വെൽക്കം ബാക്ക് ടു അഡ്വക്കേറ്റ് പാണ്ട വ്ലോഗ്സ്. എൻ്റെ പേര് അഡ്വക്കേറ്റ് അഞ്ജലി എന്നാണ്. നിങ്ങളെല്ലാവരും ഇവിടെ സുഖമായി സന്തോഷമായി ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾക്ക് സെക്കൻഡ് ഇയറിൽ വരുന്ന ബുക്സിനെ പറ്റിയിട്ടാണ്. സെക്കൻഡ് ഇയറിൽ വരുന്നത് തേർഡ് സെമിസ്റ്ററും ഫോർത്ത് സെമിസ്റ്ററും ആണ്. അപ്പോൾ വിൽ സ്റ്റാർട്ട് വിത്ത് തേർഡ് സെമിസ്റ്റർ. തേർഡ് സെമിസ്റ്ററിൽ മൊത്തം 5 പേപ്പേഴ്സാണ് നമുക്കുള്ളത്. 3 നോൺ ലീഗൽ പേപ്പേഴ്സും 2 ലോ പേപ്പേഴ്സും. ഫസ്റ്റ് ഇംഗ്ലീഷ് ആണ്. സ്റ്റഡി ഓഫ് ലാംഗ്വേജ് എന്നാണ് പേപ്പറിൻ്റെ പേര്. ഞങ്ങളെ പഠിപ്പിച്ചത് ഒരു ഗസ്റ്റ് ലെക്ചർ ആയിരുന്നു. പഠിപ്പിച്ച മെറ്റീരിയൽ രാധാകുമാരി മാമിൻ്റെ നോട്ട്സാണ്. ആ നോട്ട്സ് തന്നെയാണ് നമ്മൾ എക്സാംസിന് യൂസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് വൺ ഇസ് എക്കണോമിക്സ്, ഡെവലപ്മെൻറ്റ്, എൻവയൺമെൻറ്റ് ആൻഡ് ഇന്ത്യൻ ഇക്കോണമി. ഈ പേപ്പർ നമ്മളെ പഠിപ്പിച്ചത് മിഥുൻ സാറാണ്. സാറിൻ്റെ നോട്ട് തന്നെയാണ് ഞങ്ങൾ എക്സാമിനും ക്ലാസ്സിലൊക്കെ പഠിച്ചത്. ആൻഡ് തേർഡ് വൺ ഇസ് കമ്പാരറ്റീവ് പൊളിറ്റിക്സ്. കമ്പാരറ്റീവ് പൊളിറ്റിക്സ് നമ്മളെ പഠിപ്പിച്ചത് പൊളിറ്റിക്സ് പഠിപ്പിച്ചിരുന്ന ബാലചന്ദ്രൻ സാർ തന്നെയാണ്. സാറിൻ്റെ നോട്ട്സ് തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതും. കമ്മിങ് ടു ദ ലോ പേപ്പേഴ്സ്, നമ്മൾക്ക് ഈ സെമസ്റ്ററിൽ 2 ലോ പേപ്പേഴ്സാണ് നമുക്ക് തേർഡ് സെമസ്റ്ററിൽ വരുന്നത്. ദാറ്റ് ഈസ് ജൂറിസ്പ്രൂഡൻസ് ആൻഡ് സ്പെഷ്യൽ കോൺട്രാക്ട്. ജൂറിസ്പ്രൂഡൻസ് എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് പറഞ്ഞുതരാം. ദ സയൻസ് ഓഫ് ലോ എന്നാണ് ജൂറിസ്പ്രൂഡൻസിനെ പറ്റി നമുക്ക് സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് നമുക്ക് പറയാവുന്നത്. നമ്മളുടെ ചരിത്രത്തിന് നിയമത്തിൻ്റെ ചരിത്രം, അതിൻ്റെ എവല്യൂഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, ഫിലോസഫീസ്, ഇതൊക്കെയാണ് ജൂറിസ്പ്രൂഡൻസിൽ വരുന്നത്. ആൻഡ് ടു ബി നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പേപ്പറിന് നിങ്ങൾ ലൈറ്റായിട്ട് എടുക്കരുത്. നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡിക്കൊക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്കിത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളെപ്പോഴും ലെക്ചേഴ്സൊക്കെ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാനും ജസ്റ്റ് ബി ക്ലിയർ വിത്ത് ദ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സെമസ്റ്ററിൽ യൂസ് ചെയ്തത് ദ ലെജൻഡ് NK ജയകുമാർ സാറിൻ്റെ ലെക്ചേഴ്സ് ഓൺ ജൂറിസ്പ്രൂഡൻസ് എന്ന് പറയുന്ന ബുക്കാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് ബുക്ക്. വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് നല്ലൊരു യൂസ്ഫുൾ ബുക്കാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ 1 സെമസ്റ്റർ, ഇറ്റ്സ് ഫോർ എ ലൈഫ് ടൈം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പേപ്പർ ഇസ് സ്പെഷ്യൽ കോൺട്രാക്ട്. നമുക്കറിയാം, നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് ലോ ഓഫ് കോൺട്രാക്ട്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ആൻഡ് ഫോർ ദാറ്റ് യു ക്യാൻ യൂസ് ദ സെയിം ബുക്ക്, സുബ്ബറാവുവിൻ്റെ ബുക്ക് യൂസ് ചെയ്യാം. സ്പെഷ്യൽ കോൺട്രാക്റ്റിൽ വരുന്നത് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് വരുന്നുണ്ട്, അതുപോലെ പാർട്ട്ണർഷിപ്പും പിന്നെ ബാക്കി കോൺട്രാക്റ്റിൻ്റെ കുറച്ച് പ്രൊവിഷൻസുമാണ് സ്പെഷ്യൽ കോൺട്രാക്ട്സിൽ വരുന്നത്. ഓക്കെ, ഇതാണ് തേർഡ് സെമസ്റ്ററിലെ പേപ്പേഴ്സ്. ആൻഡ് മൂവിങ് ഓൺ ടു ദ ഫോർത്ത് സെമസ്റ്റർ, അതായത് സെക്കൻഡ് ഇയറിലെ ലാസ്റ്റ് സെമസ്റ്റർ. സെക്കൻഡ് ഇയറിലെ ലാസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് വരുന്നത് പോയട്രി ആൻഡ് ഡ്രാമ എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട്. അതൊരു ഇംഗ്ലീഷ് പേപ്പറാണ്. ആ പേപ്പറിൽ ഒരു 2 ടെക്സ്റ്റ് ബുക്കുണ്ട്. ഏലിയൻ ഹാർപ്പ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കും ഡ്രമാറ്റിക് മൊമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കുമാണ് വരുന്നത്. ഈ ബുക്സ് ഔട്ട് ഓഫ് പ്രിൻ്റ് ആണ്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു. ആസ് ഓഫ് നൗ ഇറ്റ്സ് ഔട്ട് ഓഫ് പ്രിൻ്റ്. ഇപ്പോൾ കുട്ടികൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ്സ് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ ഫോട്ടോ സ്റ്റാറ്റ്സ് ആണ് കുട്ടികൾ പഠിക്കുന്നത്. ഞങ്ങളെ പഠിപ്പിച്ചതും ഒരു ഗസ്റ്റ് ലെക്ചറായിരുന്നു. ആൻഡ് സെക്കൻഡ് പേപ്പർ ഈസ് എക്കണോമിക്സിൻ്റെ പേപ്പറാണ്. അത് മണി, ബാങ്കിങ്, പബ്ലിക് ഫിനാൻസ് ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന പേപ്പറാണ്. ആ പേപ്പറും മിഥുൻ സാർ തന്നെയാണ് പഠിപ്പിച്ചത്. സാറിൻ്റെ നോട്ട്സ് തന്നെയാണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നതും. തേർഡ് പേപ്പർ ഈസ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്. ആ സമയം ആകുമ്പോഴത്തേക്കും ബാലചന്ദ്രൻ സാറിന് ട്രാൻസ്ഫർ ആയിട്ടുണ്ടായിരുന്നു. വേറൊരു മാമാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ആൻഡ് വളരെ നന്നായി പഠിപ്പിച്ച് മാമിൻ്റെ നോട്ട്സും തന്നിരുന്നു. ബാലചന്ദ്രൻ സാറിൻ്റെ നോട്ട്സും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് ഞങ്ങൾ ആ സെമിസ്റ്ററിൽ, ഫോർത്ത് സെമിസ്റ്ററിൽ നമ്മൾ പഠിച്ചത്. സോ മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് 2 ലീഗൽ പേപ്പേഴ്സ്. അപ്പോൾ ഫസ്റ്റ് പേപ്പർ ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ഞങ്ങളെ പഠിപ്പിച്ചത് ഡോക്ടർ പ്രേമലത മാമാണ്. മാം വളരെ ഒരുപാട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ ക്ലാസ് എടുത്തിട്ടുള്ളത്. ഈവൻ സെമിനാർ എടുപ്പിക്കുമ്പോൾ പോലും മാം എപ്പോഴും ഒരു സോഷ്യോ ലീഗൽ രീതിയിലേക്ക് കൊണ്ടുവരാനും നമ്മളുടെ ഒപ്പീനിയൻസ് പറയിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു സെമിനാർ നടക്കുമ്പോൾ. ആൻഡ് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു അക്കാഡമിക് സ്ഫിയറിൻ്റെ ഉള്ളിൽ, ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ മാത്രം നിങ്ങൾ ഒതുങ്ങി പോകരുത്. യു ഷുഡ് ബി റിയലി അവെയർ അബൌട്ട് വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട് യു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഞങ്ങൾക്ക് ഉണ്ടായൊരു കാര്യം പറയാം. ഞങ്ങൾ ഈ ഫോർത്ത് സെമസ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ 1ൻ്റെ എക്സാം എഴുതുന്ന സമയത്താണ് പുട്ടസ്വാമി കേസിന് റൈറ്റ് ടു പ്രൈവസീൻ്റെ കേസിൻ്റെ വിധി വരുന്നത്. ആൻഡ് റൈറ്റ് ടു
പ്രൈവസി ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. സോ അങ്ങനത്തെ ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ യു ഷുഡ് ബി റിയലി അവെയർ അബൌട്ട് വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട് യു. ആ സെമിസ്റ്ററിൽ പഠിച്ച ബുക്സ് എന്ന് പറയുന്നത് JN പാണ്ഡെയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. പക്ഷേ ആ ബുക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിന്ന് തോന്നുന്നു. ഇവിടെ ഞാൻ ഒരുപാട് നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ പഠിച്ച ബുക്ക് നരേന്ദ്രകുമാറിൻ്റെ ഈ ബുക്കാണ്. പക്ഷേ ബി റിയലി കെയർഫുൾ വിത്ത് ദിസ് ബുക്ക്. ഇതിൽ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ഇതധികം റിലേ ചെയ്തിരുന്നില്ല. ആൻഡ് പിന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്ന കുറച്ചും കൂടെ എക്സ്റ്റെൻസീവായിട്ട് നോട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്, ഐ മീൻ essay ക്വസ്റ്റ്യൻസ് പഠിക്കാൻ വേണ്ടി ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു ബുക്കാണ് MP ജെയിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ. അത് ഭയങ്കര വൈഡായിട്ടുള്ള ഒരു ബുക്കാണ്, വളരെ വാസ്റ്റാണ് ആ ബുക്ക്. പക്ഷേ ഇറ്റ്സ് റിയലി ഗുഡ്. താല്പര്യം ഉണ്ടെങ്കിൽ ആ ബുക്കും നോക്കാവുന്നതാണ്. മൂവിങ് ഓൺ ടു ഫാമിലി ലോ. ഫാമിലി ലോ ഞങ്ങൾ പഠിപ്പിച്ചത് വിജി സാറാണ്. സാറ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിപ്പിച്ചൊരു സബ്ജക്റ്റാണ് ഫാമിലി ലോ 1. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ പോലെ തന്നെ ഫാമിലി ലോയും നമുക്ക് രണ്ട് പേപ്പേഴ്സാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ 1 അപ് ടു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമുക്ക് 4th സെമിസ്റ്ററിലും, ഫാമിലി ലോ നമുക്ക് ബേസിക് കൺസെപ്റ്റ്സ് ഒക്കെ 4th സെമിസ്റ്ററിലും, സക്സഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ 5th സെമിസ്റ്ററിലുമാണ് വരുന്നത്. അപ്പോൾ ഫാമിലി ലോയുടെ ബുക്ക് നമ്മൾ പഠിച്ച ബുക്ക് ഇതായിരുന്നു. നമ്മൾ പഠിച്ചത് പരസ് ദിവാൻ്റെ ഫാമിലി ലോ ആണ് പഠിച്ചത്. ഇറ്റ്സ് എ വെരി ഗുഡ് ബുക്ക്. നല്ല ബുക്കാണ്. കൺസെപ്റ്റൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവാനായിട്ട് നല്ലൊരു ബുക്കാണ്. സോ ഇത്രയും ആണ് നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദി സെക്കൻഡ് ഇയർ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലെ ബുക്സിനെ പറ്റിയിട്ടൊക്കെ അത്യാവശ്യം ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് മാത്രമല്ല കേട്ടോ ദ ബെസ്റ്റ് ബുക്സ് എന്നൊന്നും ഞാൻ പറയൂല. പക്ഷേ എനിക്ക് വായിച്ചതിൽ നിന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബുക്സാണ്. സോ അപ്പോൾ നിങ്ങൾ എന്തായാലും ബാരാക്റ്റ് ഒക്കെ കയ്യിൽ വെക്കുക. അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബാരാക്ട്സ് എന്തായാലും നിങ്ങൾ ക്ലാസ്സിൽ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. ഈവൻ ദോ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുപോകണമെന്ന് മാൻഡേറ്ററി അല്ല, പക്ഷേ യു ഷുഡ് ഓൾവേസ് ഹാവ് യുവർ ബാരാക്ട്സ് വിത്ത് യു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സെക്കൻഡ് ഇയറിനെ പറ്റി പറയാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും ക്വാരീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് താഴെ ഇടൂ. അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം, കേരള ലോ എൻട്രൻസ് എക്സാമിനേഷനെ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒരുപാട് കമൻസ് വരുന്നതാണ്, ചേച്ചി എക്സാം അനൗൺസ് ചെയ്തോ, ഡേറ്റ് വന്നോ, പ്ലീസ് ബി അവെയർ അബൌട്ട് ദ പ്രസൻറ്റ് സിറ്റുവേഷൻ. ഇപ്പോൾ ഇത്രയും കേസസ് ഒക്കെ കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് കമ്മിങ് ഡൗൺ, ബട്ട് സ്റ്റിൽ വി ആർ നോട്ട് ഔട്ട് ഓഫ് ഡേഞ്ചർ, വി ആർ സ്റ്റിൽ അണ്ടർ ദ പ്രഷർ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇത്രയും കുട്ടികളെ ഉൾക്കൊള്ളിച്ച് ഒരു എക്സാം നടത്തുക ഒരു വലിയ ഹെർക്കുലിയൻ ടാസ്ക്കാണ്. നോട്ട് ഓൺലി ദാറ്റ്, ക്ലാറ്റ് ഉൾപ്പെടെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബിക്കോസ് ഒന്ന് ഈ പാൻഡമിക് സിറ്റുവേഷൻ, 2 12th എക്സാംസ് ഇതുവരെയായിട്ട് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആ കുട്ടികൾക്കും നിങ്ങളെപ്പോലെ തന്നെ പരീക്ഷ എഴുതേണ്ടതുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പോൾ നിങ്ങൾ സ്വയം എഫേർട്ട് എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. എന്താണ് സിലബസ് എന്ന് നോക്കുക. അതനുസരിച്ചിട്ടുള്ള ബുക്സ് നിങ്ങൾക്ക് 1-2 തവണ എനിക്കറിയാവുന്ന ബുക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് റെഫർ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ സിലബസ് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എന്താണ് എക്സാം എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ബോധേഡ് ആവേണ്ട. അതെന്തായാലും ന്യൂസ് പേപ്പേഴ്സിലൂടെയും എൻട്രൻസ് കമ്മീഷണറിൻ്റെ സൈറ്റിലൂടെയും അവരുടെ ഡീറ്റെയിൽസ് പുറത്ത് വിടുന്നതായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ എന്ന്. എനിവേ 1 മാസത്തെ സമയം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻസ്ഡ് ആവേണ്ട. ഇപ്പോൾ ഉള്ള ഈ സമയം, ഈ ബോണസ് പീരീഡ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. എനിക്കിത്രേ പറയാനുള്ളൂ. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.